ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന അധ്യായത്തിലെ ജ്യാമിതീയ സാധ്യത, അതായത് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ഭാഗത്തു നിന്നുള്ള പേജ് നമ്പർ 78-ലെ രണ്ടാമത്തെ ചോദ്യമാണ് പഠിക്കുന്നത്. സമഷഡ്ഭുജത്തിലെ ത്രികോണം, ട്രയാങ്കിൾ ഇൻ ഹെക്സഗൺ. അതിൻ്റെ വിശദമായ ഘട്ടം ഘട്ടമായിട്ടുള്ള വിവരണത്തിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ചോദ്യം. ഒരു സമഷഡ്ഭുജത്തിലെ ഒന്നിടവിട്ടുള്ള മൂലകൾ യോജിപ്പിച്ച് അതിനുള്ളിൽ ഒരു പച്ച ത്രികോണം വരച്ചിരിക്കുന്നു. ഈ ചിത്രത്തിൽ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് ഉള്ളിലെ പച്ച ത്രികോണത്തിൽ ആകാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ the question is, a triangle is drawn by joining alternative vertices of a regular hexagon. Find the probability that a dot put in the picture without looking falls within the green region, that is in the inner triangle. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ണടച്ച് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്ത് ചെയ്യാം, ഈ ത്രികോണത്തിന് പുറത്താവാം, ചിലപ്പോൾ അത് ത്രികോണത്തിന് അകത്താവാം. അപ്പോൾ ത്രികോണത്തിന് അകത്ത് ആവാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇത് വിശദമായി മനസ്സിലാക്കാം. അതിനുശേഷം എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ എങ്ങനെ എഴുതണമെന്ന് അടുത്ത സ്ലൈഡിൽ പറയാം. ഓക്കെ, അപ്പോൾ വിശദമായി നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സമഷഡ്ഭുജം, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേര് നൽകാം. എ ബി സി ഡി ഇ എഫ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇനി ഈ സമഷഡ്ഭുജത്തിൽ ഒന്നിടവിട്ട മൂലകളായ എ സി ഇ ഇവ യോജിപ്പിച്ചാൽ ഒരു ത്രികോണം കിട്ടും. അങ്ങനെ ഒരു ത്രികോണം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 മഞ്ഞ ത്രികോണങ്ങൾ കാണുന്നില്ലേ? ഈ 3 മഞ്ഞ ത്രികോണങ്ങൾ തുല്യമായിരിക്കും. In this picture, the triangles A, E, F ഇങ്ങനെ എടുക്കാം, എ എഫ് ഇ എടുക്കാം, എ എഫ് ഇ, അതേപോലെ ഇ ഡി സി, അതേപോലെ സി ബി എ. ഈ 3 ട്രയാങ്കിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് ഈക്വൽ നമുക്ക് നോക്കാം. ഇത് ഒരു സമഷഡ്ഭുജമാണ്, റെഗുലർ ഹെക്സഗൺ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ വശങ്ങളും നമുക്ക് എ എന്ന് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ത്രികോണം നോക്കൂ, ഈ ത്രികോണം നോക്കൂ,
ഇ ഡി സി എന്ന ത്രികോണം. ഈ 3 ത്രികോണങ്ങളിലും 2 വശങ്ങൾ എന്താണ്? തുല്യമാണ്. ഓക്കെ, ഈ 3 ത്രികോണങ്ങളിലും 2 വശങ്ങൾ വീതം തുല്യമാണ്. ഇൻ ദീസ് ട്രയാങ്കിൾസ് 2 sides ആർ ഈക്വൽ. ഇനി ഒരു സമഷഡ്ഭുജം റെഗുലർ ഹെക്സഗണിലെ ഓരോ കോണുകളും 120 ഡിഗ്രി ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഈ കോണ് 120 ഡിഗ്രി ആണല്ലോ. അതേപോലെ എ ബി സി എന്ന ത്രികോണത്തിൽ ഈ കോണ് 120 ഡിഗ്രിയാണ്. കോൺ ഇ ഡി സിയിൽ ഈ കോണ് 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇൻ റെഗുലർ ഹെക്സഗൺ ഈച്ച് interior angle is 120 degree. So, in these triangles, one angle F, angle D and angle B equal to 120. ഇനി ശ്രദ്ധിക്കൂ, 2 ത്രികോണങ്ങളുടെ AFE EDC 2 ത്രികോണങ്ങളുടെ 2 വശങ്ങളും AA തുല്യമാണ്. അവയ്ക്കിടയിലുള്ള കോണും തുല്യമായാൽ 2 ത്രികോണങ്ങളും തുല്യമായിരിക്കും. 2 വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും തുല്യമായാൽ 2 ത്രികോണങ്ങൾ തുല്യമായിരിക്കും. SAS എന്ന ഒരു സിദ്ധാന്തം, സൈഡ് ആംഗിൾ സൈഡ്, വശം കോൺ വശം സിദ്ധാന്തപ്രകാരം AFEയും EDCയും തുല്യമാണ്. അതേപോലെ ഇവിടെ 2 വശങ്ങൾ EDDC അത് ABBCക്ക് തുല്യമാണ്. അവയ്ക്ക് ഇടയിലുള്ള കോണ് കോൺ D, കോൺ B അത് 120 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഈ 2 ത്രികോണങ്ങളും തുല്യമാണ്. ഓക്കെ, ഇനി AFE EDC 2 ത്രികോണങ്ങൾ തുല്യമായാൽ അവയുടെ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് AE സമം EC അതേപോലെ EC സമം AC എന്ന് കിട്ടും. അതായത് ത്രികോണം AEC അത് ഒരു സമഭുജ ത്രികോണമാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇനി നോക്കൂ, ത്രികോണം 1-ൽ AA ഇത് X ആണെന്ന് വിചാരിക്കാം. ത്രികോണം 2-ൽ AAX, ത്രികോണം 3-ൽ AAX. അപ്പോൾ 3 വശങ്ങളും തുല്യമായ ത്രികോണങ്ങളാണ് ഇവ. ഓക്കെ, അതുകൊണ്ട് 3 ത്രികോണങ്ങളും തുല്യമായിരിക്കും. 3 വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ നമ്മുടെ 3 ത്രികോണങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ത്രികോണം AFE, EDC, CBA ഇവ തുല്യ ത്രികോണങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ശ്രദ്ധിക്കുക. ഈ സമഷഡ്ഭുജത്തിൽ നമുക്ക് 3 വികരണങ്ങളാണ് ഉള്ളത്. ഓക്കെ, അത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഏതൊക്കെയാണ് വികരണങ്ങൾ? എയിൽ നിന്നും ഡിയിലേക്ക് നേരെ എതിരെ കിടക്കുന്നത് ഡി. അപ്പോൾ എയിൽ നിന്നും ഡിയിലേക്ക് വരച്ചു. ബിയിൽ നിന്നും ഇയിലേക്ക് വരച്ചു. സിയിൽ നിന്നും എഫിലേക്ക് വരച്ചു. ഓക്കെ, ഇനി ഈ 3ഉം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബിന്ദുവിലൂടെ കടന്നു പോകും. ആ ബിന്ദു നമുക്ക് O എന്ന് മാർക്ക് ചെയ്യാം. 3ഉം ഒരു ബിന്ദുവിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഓക്കെ, all these 3 diagonals intersect at O. ഇനി ഈ Oയെ നമ്മൾ
പരിവൃത്ത കേന്ദ്രം അല്ലെങ്കിൽ സർക്കം സെന്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്നും എ ബി സി ഡി ഇ എഫ് ഇതിലേക്കുള്ള ദൂരങ്ങൾ തുല്യമായിരിക്കും. ഒ എ സമം ഒ ബി സമം ഒ സി സമം ഒ ഡി സമം ഒ ഇ ഈക്വൽ ടു ഒ എഫ് ആണ്. ഇത് പരിവൃത്ത കേന്ദ്രം സർക്കം സെന്റർ എന്ന് പറയാൻ കാരണം ഇവിടെ നിന്നും ഒ എ അല്ലെങ്കിൽ ഒ ബി ഇതെല്ലാം തുല്യമാണ്. ഈ അകലം ആരമായി എടുത്തിട്ട് ഒരു വൃത്തം വരച്ചാൽ എ ബി സി ഡി ഇ എഫ് ഇതെല്ലാം തന്നെ ആ വൃത്തത്തിലെ ബിന്ദുക്കളായിരിക്കും. ഓക്കെ, ബൈ ടേക്കിംഗ് ഒ എ ഒ ബി ഒ സി ഒ ഡി ഒ ഇ or ഒ എഫ് as radius, by drawing a circle, then all these vertices lies on the circle. ഓക്കെ, അപ്പോൾ ഈ ഒ എ ഒ ബി ഒ സി ഒ ഡി ഒ ഇ ഒ എഫ് ഇതെല്ലാം തന്നെ റേഡിയസിന് തുല്യമാണ്, ആരത്തിന് തുല്യമാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. സമഷഡ്ഭുജത്തിലെ റെഗുലർ ഹെക്സഗണിലെ ഓരോ വശങ്ങളും ഈ ആരം റേഡിയസിന് തുല്യമായിരിക്കും. അതായത് എ ബി ബി സി സി ഡി ഡി ഇ ഇ എഫ് എഫ് എ എന്നീ സൈഡുകളുടെ നീളം ഒ എഫ് ഒ എ ഒ ബി ഒ സി ഒ ഡി ഒ ഇ ഇവയ്ക്ക് തുല്യമായിരിക്കും. അതുകൊണ്ട് ഇതെന്തായിരിക്കും? എ തന്നെയായിരിക്കും. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ ഈ ചിത്രത്തിൽ നമുക്ക് ഇതിന് ഞാൻ മായ്ച്ചു കളഞ്ഞു. ഓക്കെ, അതേപോലെ ഇതും എനിക്ക് ആവശ്യമില്ല, അതേപോലെ ഇതും എനിക്ക് ആവശ്യമില്ല. ഓക്കെ, അതായത് നമ്മൾ പരിവൃത്ത കേന്ദ്രം സർക്കം സെന്ററിൽ നിന്നും എ സി ഇ എന്ന മൂലകളിലേക്ക് വരച്ചാൽ ഈ സമഷഡ്ഭുജത്തിൽ 6 തുല്യ ത്രികോണങ്ങൾ ഉണ്ടാകും. നേരത്തെ നമ്മൾ ഇവിടെ 1 2 3 എന്ന് പറഞ്ഞിരുന്നു. ഇനി പരിവൃത്ത കേന്ദ്രത്തിൽ നിന്നും എ സി ഇ ഇതിലേക്ക് വരച്ചാൽ നമുക്ക് ഇവിടെ 6 തുല്യ ത്രികോണങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഡ്രോയിങ് ലൈൻസ് ഫ്രം the circumcenter O to A, C and E, then the regular hexagon contains 6 equal triangles. ഇത് 4-മത്തേത്, ഇത് 5-മത്തേത്, ഇത് 6-മത്തേത്. ഓക്കെ, ഇവിടെ നമ്മൾ ആ O എന്ന് എഴുതിയത് മാഞ്ഞു പോയി, അത് ഞാനിവിടെ വീണ്ടും എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒ എ എന്ന് പറയുന്നത് എത്രയാണ്? എ ആണ്. ഒ ഇ എന്ന് പറയുന്നതും എ ആണല്ലോ, ഒ സി എന്ന് പറയുന്നതും എ ആണല്ലോ. ഓക്കെ, ഇനി ഇവിടെ എ എഫ് ഇയും എ ഒ ഇയും തുല്യമാണോ? തുല്യമാണ്. അതിനുള്ള കാരണമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ ഇ ഡി സിയും ഇ ഒ സിയും തുല്യമാണ്. അതേപോലെ സി ബി എയും
സി എ ഒയും അല്ലെങ്കിൽ സി ഒ എയും തുല്യമാണെന്ന് നമുക്ക് പറയാം. ഇത് എളുപ്പം നമുക്ക് തെളിയിക്കാം. അപ്പം അതിനു വേണ്ടി ഇവിടെ നോക്കൂ, ത്രികോണം എ എഫ് ഇയിൽ രണ്ട് വശങ്ങളുടെ നീളം എ ആണ്. അവയ്ക്ക് ഇടയിൽ ഉള്ള കോണ് 120 ഡിഗ്രിയാണ്. അതേപോലെ ഇവിടെ എ ഒ ഇ എന്ന ത്രികോണത്തിൽ എ ഒയും ഒ ഇയും എ നീളത്തിലാണ്. അവയ്ക്കിടയിലുള്ള കോണ് 120 ഡിഗ്രി തന്നെയാണ്. അതിനുള്ള കാരണം എന്താ? ഇവിടെ നോക്കൂ, എ എഫ് ഇ ഒ AFEO എടുത്താൽ ഇവിടെ AFും EOയും സമാന്തരമാണ്. AF ആൻഡ് EO ആർ പാരലൽ. അതേപോലെ FEയും AOയും പാരലലാണ്, സമാന്തരമാണ്. അതായത് AFEO ഒരു റോംബസ് ആണ്, സമഭുജ സാമാന്തരികമാണ്. കാരണം 4 വശങ്ങളും തുല്യമാണ്. പിന്നെ എതിർവശങ്ങൾ സമാന്തരമാണ്, പാരലലാണ്. ഓക്കെ, അത് നമ്മുടെ സമഷഡ്ഭുജം റെഗുലർ ഹെക്സഗണിന്റെ പ്രത്യേകതയാണ്. ഇനി സമഭുജ സാമാന്തരികം, അതായത് റോംബസിൽ ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർകോണുകൾ തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ കോൺ എഫ് എന്ന് പറയുന്നത് AFE, കോൺ AFE 120 ഡിഗ്രി ആയതുകൊണ്ട് കോൺ AOEയും 120 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ രണ്ട് വശങ്ങൾ AF FE അത് AOOEക്ക് തുല്യമാണ്. അതിനിടയിലുള്ള കോൺ 120 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും AFEയും അതേപോലെ AOEയും തുല്യമാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഈ വശവും തുല്യമല്ലേ? പിന്നെ ഇത് രണ്ടും ആരങ്ങളാണ്. അതുകൊണ്ട് ത്രികോണം 4ഉം 5ഉം തുല്യമാണ്. അപ്പോ AOE EOCക്ക് തുല്യമാണ്. AFEയും EDCയും തുല്യമായതുകൊണ്ട് EDCയും EOCയും തുല്യമാണെന്ന് പറയാം. ഇനി ഇതെന്താണ്? ആരം, റേഡിയസ് A. ഇതും A ആണ്. പിന്നെ അപ്പോൾ ഈ രണ്ട് വശങ്ങളും പിന്നെ ഈ വശം തന്നെയാണല്ലോ നമ്മുടെ ഈ വശം. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഈ ത്രികോണം EOCയും അതേപോലെ ഏതാണ് COAയും തുല്യമാണെന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 3 മഞ്ഞ ത്രികോണം, 3 പച്ച ത്രികോണം, 6 തുല്യ ത്രികോണങ്ങൾ കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ 6 ത്രികോണങ്ങളിൽ 3 പച്ച ത്രികോണത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് പച്ച ത്രികോണം എത്രണ്ണമുണ്ട്? 3. ആകെ ത്രികോണങ്ങൾ എത്രണ്ണമുണ്ട്? 6. അതുകൊണ്ട് കുത്ത് പച്ച ത്രികോണത്തെ ആകാനുള്ള സാധ്യത 3/6, 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ സമഷഡ്ഭുജം, ആ സമഷഡ്ഭുജത്തിൽ
ഇവിടെ കാണുന്ന AEC എന്ന ത്രികോണം സമഭുജ ത്രികോണം എന്ന് മനസ്സിലാക്കി. അതിനുവേണ്ടി എന്ത് ചെയ്തു? AFഉം FEയും തുല്യ നീളമാണ്. അവയ്ക്ക് ഇടയിലുള്ള കോൺ 120 ഡിഗ്രിയാണ്. അതേപോലെ EDCയിൽ EDDC അവ A ആണ്. അതിനിടയിലുള്ളത് 120 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് വശവും അവയ്ക്കിടയിലുള്ള കോണും തുല്യമായതുകൊണ്ട് AFE എന്ന ത്രികോണവും EDC എന്ന ത്രികോണവും തുല്യമാണ്. ഇതേപോലെ EDCയും CBAയും തുല്യമാണെന്ന് കിട്ടും. അപ്പോൾ മൂന്ന് മഞ്ഞ ത്രികോണങ്ങളും തുല്യ അളവുള്ളതാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതിലെ 3 വികർണങ്ങൾ ഡയഗണൽസും വരയ്ക്കുക. അത് കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് നമ്മുടെ സർക്കംസെന്റർ, അതായത് പരിവൃത്ത കേന്ദ്രം. ഇനി പരിവൃത്ത കേന്ദ്രത്തിൽ നിന്നും ACE ഈ ബിന്ദുക്കളിലേക്ക് വര വരച്ചാൽ നമുക്ക് മൊത്തം സമഷഡ്ഭുജം 6 തുല്യ ത്രികോണങ്ങളായിട്ട് മാറും. ഇവിടെ 4, 5, 6 എന്നീ ത്രികോണങ്ങൾ തുല്യമാണ്. കാരണം ത്രികോണം 4ൽ OA OE അത് A ആണ്. അതേപോലെ ത്രികോണം 5ൽ OE OC ഇവ എന്താണ്? A ആണ്. വശങ്ങളുടെ നീളം A ആണ്. ഇനി അവയ്ക്കിടയിലുള്ള കോണ് 120 ഡിഗ്രിയാണ്. അത് 120 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ AFEO എന്നത് ഒരു സമഭുജ സാമാന്തരികമാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം 4 വശങ്ങളും ഇവിടെ തുല്യമാണ്. അപ്പോൾ എന്താണ്? കൂടാതെ ഇവിടെ AF OEക്ക് സമാന്തരമാണ്, FE AOക്ക് സമാന്തരമാണ്. അപ്പോൾ എതിർവശങ്ങൾ സമാന്തരവും വശങ്ങൾ തുല്യവുമായാൽ അത് സമഭുജ സാമാന്തരികമാണ്. സമഭുജ സാമാന്തരികത്തിൽ എതിർവശങ്ങൾ എതിർ കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഈ കോണുകൾ തുല്യമാണെന്ന് കിട്ടും. ആ ഒരു കോൺസെപ്റ്റ് വെച്ച് 6 ത്രികോണങ്ങളും തുല്യമാണെന്ന് മനസ്സിലാക്കാം. ഈ 6 തുല്യ ത്രികോണങ്ങളിൽ 3 ത്രികോണങ്ങൾ പച്ച ത്രികോണത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഒരു കുത്തിട്ടാൽ അത് പച്ച ത്രികോണത്തിലാകാനുള്ള സാധ്യത 3/6 1/2 എന്ന് കിട്ടും. ഇനി പരീക്ഷയ്ക്ക് എഴുതേണ്ടത് എങ്ങനെയാണ്? പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു സമഷഡ്ഭുജം ABCDEF വരയ്ക്കുക. അതിനുശേഷം ഈ 3 വികർണങ്ങളും O എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു എന്ന് കാണിക്കുക. നമുക്കിനി Oയിൽ നിന്നും ACE ഇവിടേക്കുള്ളതാണ് വേണ്ടത്. അതുകൊണ്ട് അത് ഞാൻ എന്ത് ചെയ്തു? വെള്ള കളറിലും നമുക്ക് ആവശ്യമില്ലാത്തത് ചുവന്ന കളറിലും കാണിച്ചു. ഓക്കെ. ഇനി നമുക്ക് എന്താണ്? ഇവിടെ നോക്കിയാൽ 6 തുല്യ ത്രികോണങ്ങൾ കാണാം. ഇപ്പം മഞ്ഞ 1, ഈ മഞ്ഞ 2, ഈ മഞ്ഞ 3. പിന്നെ ഇവിടെ നമ്മൾ AOE ഇതാണ് 5ാമത്തെ ത്രികോണം. EOC 6ാമത്തെ ത്രികോണം. AOC 4ാമത്തെ ത്രികോണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? വരച്ച് കാണിക്കുക. ഇനി വിശദീകരണം എന്താണ്? സമഷഡ്ഭുജത്തിൽ 6 തുല്യ സമഭുജ ത്രികോണങ്ങൾ ഉണ്ട്. ഹെക്സഗൺ ഈസ് മെയ്ഡ് ഓഫ് 6 ഈക്വൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. അടുത്ത പോയിന്റ്, ഉള്ളിലെ പച്ച ത്രികോണത്തിൽ 3 ത്രികോണങ്ങളുണ്ട്. 4, 5, 6. ഓക്കെ. ആ വെള്ളയും കറുപ്പും ചേർന്നതാണ് ത്രികോണം. ഗ്രീൻ ട്രയാങ്കിൾ കണ്ടെയ്ൻസ്
3 such triangles 4, 5, 6. അപ്പോൾ ഒരു കുത്തിട്ടാൽ അത് പച്ച ഭാഗത്ത് ആവാനുള്ള സാധ്യത 3/6. കാരണം ഇതിന്റെ പകുതി ഭാഗമാണ് പച്ച. അപ്പോൾ 1/2 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ആശയം ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ പിന്തുണയ്ക്ക് വളരെ നന്ദി. കീപ് ലേണിംഗ്, കീപ് ഗ്രോയിങ്. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.